ഫിസിക്കാളിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി. നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ലേഡി ലീഡർ ആയിട്ടുള്ള സബിത മേഡം, ഇൻഡസ്ട്രിയൽ റാങ്കിൽ സബിത മേഡം വഴിയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്, അറിയുന്നത്, പരിചയപ്പെടുന്നതൊക്കെ. കാരണം 5 വർഷങ്ങൾക്ക് മുന്നേ അല്ലെ, ഞാൻ ഈ 7am ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കയറിയ സമയത്ത് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയോട് അല്ലെ, നാളെ എന്ത് അല്ലെങ്കിൽ എന്താണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് 7am കാണാം. തീർച്ചയായിട്ടും 5 വർഷങ്ങൾക്ക് മുന്നേ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളിൽ ഒരാളായിട്ട് അല്ലെ ഇതുപോലെയൊക്കെ നടക്കോ, അല്ലെങ്കിൽ ഇതൊക്കെ അല്ലെങ്കിൽ ഈ ഇതുപോലെയൊക്കെ വന്ന് സംസാരിക്കുന്ന ലീഡേഴ്സിനെ പോലെയൊക്കെ നമുക്കും ആകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിന്റെ പേരിൽ, നമുക്കറിയാം എത്രത്തോളം നമ്മൾ ഇതിനകത്ത് പ്ലാൻ കേട്ടിട്ട് വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ കൂടിയും ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയം വരെ അല്ലെ, ഈ റൈഡർ ഫണ്ട് ആയിക്കോട്ടെ, കാർ ഫണ്ട് ആയിക്കോട്ടെ, സീറ്റിംഗ് ആയിക്കോട്ടെ, പെർഫോമൻസ് ബോണസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ എന്താണ് ബൈനറി ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്കതൊരു എന്താണ് സംശയം തന്നെയാണല്ലേ, നമുക്ക് കിട്ടുമോ, നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു എന്താണ് ആശങ്കയായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാനും ഈ ഒരു ഫിസിക്കാർഡ് എന്ന് പറഞ്ഞ ബിസിനസ് ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളിൽ ഒരാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഒരു വീട്ടമ്മയാണ്, സാധാരണ ഒരു വീട്ടില് ജനിച്ചു വളർന്ന ഒരു വീട്ടമ്മ തന്നെയായിരുന്നു ഞാനും. ഒരു കടയില് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരുപാട് ആൾക്കാര് പല ജോലികളും ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടാവും, ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, ജോലി ചെയ്തുകൊണ്ട് ഈ ഫിസിക്കാർഡ് ഇപ്പോ ഈ ഒരു സമയം കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാനൊരു കടയിൽ ജോലിക്ക് നിന്നുകൊണ്ടിരുന്ന ഒരാളാണ്, ചെറിയൊരു സാലറിയിൽ. അപ്പം നമ്മള് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി എന്ന് പറയുന്നത് എന്നെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലിക്ക് തീരെ മടിയുള്ളവർ കൂട്ടത്തിലാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, മക്കളെ കാര്യങ്ങളും ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്ത് ജോലി അല്ലെങ്കിൽ ജോലിക്ക് പോകണം, സമ്പാദിക്കണം, ഇങ്ങനെയുള്ള ഒരു ചിന്ത ഇല്ലാതിരുന്ന ഒരാളാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കറിയേണ്ടത്, അപ്പൊ നമുക്കൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് ഒരു ജീവിതമായിരിക്കും, പക്ഷെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് തീർച്ചയായിട്ടും വേറൊരു ജീവിതമായിരിക്കും. അപ്പം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ജോലിക്ക് പോകണം അല്ലെങ്കിൽ ജോലി ചെയ്ത് അങ്ങനെയൊന്നും എനിക്കൊരു ആഗ്രഹമില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ 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 ദയനീയമായി നിന്ന സമയത്താണ് എനിക്കും കൂടി ജോലിക്ക് ഇറങ്ങേണ്ടി വരണം അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടി വരും എന്നൊരു സിറ്റുവേഷനിൽ ജോലിക്ക് ഇറങ്ങേണ്ടി വന്നത്. അപ്പൊ അങ്ങനെ ജോലി നോക്കിയ സമയത്ത് നമ്മുടെ വീട്ടിലെ അവസ്ഥയും അല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞു മോനുണ്ട്, അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാ ജോലിയിലും എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് വീടിന്റെ അടുത്തുള്ള ഒരു കടയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അപ്പൊ അത് മോനെയും കൊണ്ട് പോവാം. എനിക്ക് തോന്നുന്നു ആ സമയം നമുക്ക് കൊറോണ സമയം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോനെ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല, വീട്ടിലാണ്. അപ്പൊ അവനെയും കൊണ്ട് ജോലിക്ക് പോകാം എന്നുള്ള ഒരു എളുപ്പ പരിപാടിയിലാണ് അടുത്തുള്ള ഒരു കടയിൽ ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പൊ ആ കടയിൽ ഇരിക്കുന്ന സമയത്താണ് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിജിക്കാർഡ് എന്താണ് ഇങ്ങനെയുള്ള ഒരു ബിസിനസ് എന്ന് അറിയുന്നത് ഞാൻ ആ സമയത്താണ്. സബിത മേഡത്തിന്റെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് എന്താണെന്ന് അറിയുന്നത്. അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്ന സമയത്ത് നമുക്കറിയാല്ലേ, നമ്മളെല്ലാവരും പ്ലാൻ കേട്ട സമയത്ത് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്? നോ എന്നായിരിക്കും. കാരണം 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് അല്ലെ, ലെഫ്റ്റ് റൈറ്റ് ജോയിനേഴ്സ് അല്ലെ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാഷിന്റെ കാര്യത്തിലാണ് നോ പറയുന്നത് എല്ലാവരും. അതെ, 25,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് അകത്ത് വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാനെല്ലാം മറന്നു പോകുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ഞാനും ഈ ഒരു ബിസിനസ് കേട്ട സമയത്ത് പറ്റില്ല എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് സബിത മേഡം കയറി പോകുന്നു, നമ്മൾ താഴ്ന്നു പോകുന്നു എന്നുള്ള ഒരു സ്ഥിതി എത്തിയ സമയത്ത് ഒരു 6 മാസം കഴിഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞത് എന്ത് വന്നാലും ജോയിൻ ചെയ്യാം ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ഫിജിക്കാർഡിലേക്ക് ജോയിൻ ആയി. പിന്നെ ഏകദേശം ഒരു 5 വർഷമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ജോയിൻ ചെയ്ത സമയത്ത് ഏറ്റവും മടിയുള്ള ഒരാളായിരുന്നു ഞാനെന്നത്. മടി ഓപ്പണായിട്ട് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ മടിയുള്ള, ഇന്ന് ഈ ഒരു 7am കേൾക്കാനായിട്ട് എത്ര പേര് ലീഡേഴ്സ് വിളിച്ച് കയറ്റിയെന്ന് എനിക്ക് അറിയില്ല അല്ലെ. ലീഡേഴ്സ് വിളിക്കാതെ കയറിയ ആൾക്കാരും ഉണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്കാരെ ലീഡേഴ്സ് കയറി 7am ആണ് അല്ലെ, മെഗയാണ് അല്ലെങ്കിൽ വിജി മാഡം ആണ് അല്ലെ, അല്ലെങ്കിൽ ഇന്ന് 7am നിങ്ങൾക്ക് കേട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് കയറ്റി ഒരുപാട് പാർട്ണേഴ്സ് ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും അത് മോശം കാര്യമല്ല ഒരിക്കലും, ഞാൻ പറയേണ്ട കാര്യം, അത് എന്നും പറയിപ്പിച്ചാല് മോശം കാര്യമാണ്. ഏകദേശം
എനിക്ക് തോന്നുന്നു 1-2 മാസം ഞാനും എന്റെ ലീഡേഴ്സിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. പല ആൾക്കാർ ചിരിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അല്ലെ, പല ആൾക്കാർ ചിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അറിയാം നമ്മൾ അങ്ങനെയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ലേ പഠിക്കടാ 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 എന്ന് പറഞ്ഞാലേ ചില ആൾക്കാർ പഠിക്കുള്ളൂ. അപ്പൊ അത് ഒരിക്കലും മോശം കാര്യമല്ല. അപ്പൊ അങ്ങനെ കയറിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ലൈഫില് നമുക്കറിയാലേ, നമ്മൾ ഫിസിക്കൽ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും അല്ലെ ഇപ്പൊ മറിക്കും അല്ലെ, ഇപ്പൊ ഞാൻ മറിച്ചു കളയെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഇതിനകത്ത് വന്നതിന് ശേഷം ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നും വന്നു എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. നമുക്ക് ഏജ് ആയിരുന്നു പ്രശ്നം, നമ്മളൊരു വയസ്സായ ആളാണ്, നമുക്ക് വിദ്യാഭ്യാസം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിവില്ല, നമുക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കുറവുകളല്ലേ, മനുഷ്യരാണ്, ഒരുപാട് കുറവുകളുള്ള ആൾക്കാരോ. അപ്പൊ ആ കുറവുകൾ വെച്ച് നമ്മൾ ഇതിനകത്ത് വന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല. നമ്മൾ ഈ ബിസിനസ് വരുന്നതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തിയില്ല. പക്ഷെ വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നിരുന്നാലും ഇതിനകത്ത് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിനാണ് നമുക്ക് ഇവിടെ ഈ ഇംഗങ്ങളെല്ലാം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് സബിത മാഡത്തിന്റെ ടീമിന് ഓപ്പണായിട്ട് പറയാം, എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ ഞാനായിരിക്കാം. ചിലപ്പോ ഏറ്റവും കുറവ് സംസാരിക്കാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ, ക്യാമറ പോലും ഓൺ ചെയ്തിരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. കാരണം ഇതുപോലെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാനോ അല്ലെ ഇതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാണക്കേടാണ്. അപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ട് എന്റെ പേര് ഏതെങ്കിലും ഒരു ലീഡർ വിളിക്കുകയാണെങ്കിൽ ആ സമയം പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്ത് ഓടിക്കളയും. അവിടെ ഇരുന്നിട്ട് ലീഡർ വിളിക്കും, വിജി മേഡം ഉണ്ടോ, വിജി മേഡം ഉണ്ടോ, ഞാൻ മിണ്ടില്ല, കാരണം നാണക്കേട്, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സമയം എന്റെ ലൈഫിൽ വന്നു. കാരണം ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ ജോയിൻ ചെയ്ത ഒരു 3 മാസത്തോളം ഞാൻ എല്ലാ ദിവസവും കാരണങ്ങൾ പറഞ്ഞ ഒരാളാണ്. എന്റെ ലീഡേഴ്സിന്റെ അടുത്ത് ഓപ്പണായിട്ട് എന്താ പറയുക, സബിത മേഡത്തിന്റെ അടുത്ത്, ജിഷ്ണു സാറിന്റെ അടുത്തൊക്കെ ഞാൻ കാരണങ്ങൾ പറയും. തലവേദനയാണ്, വയറുവേദനയാണ്, പല്ലുവേദനയാണ്, കയറാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നോക്കിയ സമയത്ത്, ഞാൻ ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർ, എനിക്ക് ശേഷം ജോയിൻ ചെയ്ത ആൾക്കാർ റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നു, അവർ ഒട്ടും സംസാരിക്കാതിരുന്ന ആൾക്കാർ സംസാരിക്കുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു, അവർക്ക് ഇൻകം കിട്ടുന്നു, റാങ്കുകൾ അപ്ഡേറ്റ്, ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, അല്ലെ, നമുക്ക് ചെയ്യുന്നത് തെറ്റല്ല, നമുക്കത് എപ്പോഴാണോ പരിഹരിക്കാൻ പറ്റുന്നത് അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി എവിടെ നമുക്ക് അവിടെ പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ. നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യും അല്ലേ, സ്വാഭാവികമാണ്. സെവനിൽ ക്യാമറ ഓഫ് ചെയ്തിരിക്കും, സെവനിൽ കയറാതിരിക്കും, പ്ലാൻ പഠിക്കാതിരിക്കും, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതിരിക്കും, കേൾക്കാതിരിക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് തെറ്റാണ്, ഞാൻ പൊക്കോണ്ടിരിക്കുന്ന വഴി തെറ്റാണ്, ഇതല്ല എന്നൊരു മനസ്സിലാക്കുന്ന ഒരു സമയം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവും. ആ ഒരു സമയം മുതലാണ് നമ്മുടെ വിജയം തുടങ്ങുന്നതെന്ന് പറയും. അപ്പൊ ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ ഇങ്ങനെ ഒളിച്ചിരുന്നാൽ, മാറി നിന്നാൽ, എന്റെ ലീഡേഴ്സിനെ പറ്റിച്ചു കഴിഞ്ഞാൽ, സ്വയം എനിക്കൊരു ബോധം വന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇനി ഇറങ്ങിയേ പറ്റൂ. ഇറങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് വന്നത് വേസ്റ്റ് ആയിട്ടല്ലേ, ഞാൻ കൊണ്ടുവന്ന ആളിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, കമ്പനിയെ കുറ്റം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇരിക്കാനേ പറ്റൂ എന്നൊരു ബോധം എനിക്ക് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മാറി ചിന്തിച്ച സമയം മുതലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലൈഫിൽ, ഫിസിക്കൽ ലൈഫിൽ എനിക്ക് ഈ പറയുന്ന അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിനകത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും മേഡം, എങ്ങനെ നമ്മൾ തുടങ്ങും അല്ലെ, അല്ലെങ്കിൽ എവിടെ നിന്ന്, ഇത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെ നമുക്കറിയാം NSTM ആയിട്ടുള്ള ലീഡേഴ്സ്, അല്ലെങ്കിൽ ഒരു റാങ്ക് അല്ലെ, റൈഡർ ഫണ്ട് വാങ്ങി, ഒരു കാർ ഫണ്ട് വാങ്ങി, പെർഫോമൻസ് ബോണസ്, ഈ 3ാമത്തെ റാങ്ക് മുതൽ പെർഫോമൻസ് ബോണസ് വാങ്ങുന്ന ആൾക്കാർ എല്ലാ മാസവും അല്ലെ. അപ്പൊ അവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, അവർ എന്താണ് ചെയ്യുന്നത് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു സാധാരണക്കാരാണ്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ബിസിനസ്സിനകത്ത് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്താണെന്ന് പല ആൾക്കാർക്കും അറിയായിരിക്കും. ആത്മവിശ്വാസം. ഇത് വെറുതെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമില്ല. കാരണം നമ്മൾ എത്രയൊക്കെ ഞാനിന്ന് ഇവിടെ വന്നിരുന്ന് സംസാരിച്ചാലും, അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് വന്നിരുന്ന് സംസാരിച്ചാലും, നമുക്ക് ചെയ്യണം എന്നൊരു ബോധം നമുക്ക് വരണം അല്ലെ. നമ്മൾ ചെയ്താലേ, ഞാനിന്ന് ഈ 7 AM ചെയ്തു,
നിങ്ങൾ ഇത് കേട്ടു, നിങ്ങൾ ഇന്ന് NSM ആവോ അല്ലെങ്കിൽ നാളെ ആവോ? ഇല്ല, ഒരിക്കലില്ല. നമുക്ക് ചെയ്യണം എന്നൊരു മൈൻഡ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെടുക്കും. എനിക്കിത് ചെയ്യണം, എനിക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊരു മൈൻഡ് നമുക്ക് ആദ്യം സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ആ മൈൻഡ് നമ്മൾ ആദ്യം എങ്ങനെ സെറ്റ് ചെയ്തെടുക്കും ആദ്യം. ഇപ്പൊ ഇവിടെ എനിക്ക് എന്താണ് അഷ്റഫ് എന്ന് പറയുന്ന ഒരു മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ പേര് അറിയില്ല, മാഡത്തിനെ കാണാം. ആമിന മാഡത്തിനെ കാണാം, ഇവിടെ ക്യാമറ ഓഫ് ആണ്. ബിന്ദു മാഡത്തിനെ കാണാം, വിധി മാഡത്തിനെ കാണാം. അപ്പൊ നമുക്ക് ഈ ഒരു എങ്ങനെ ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയത് തുടങ്ങുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടക്കം ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ. അതായത് നമുക്ക് പ്രശ്നം ഫിസിക്കായിട്ട് വന്നാലും ഒരു ഫസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവുകൾ നമ്മൾ ഫേസ് ചെയ്യില്ല. ആദ്യം തുടക്കത്തിൽ ഒരുപാട് കളിയാക്കൽ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് നിർത്തിയിട്ട് പോയ ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരുപാട് നെഗറ്റീവുകൾ. ഇപ്പം കൂടുതലും അങ്ങനെയാണ് വരുന്നത്. അവര് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവര് നിർത്തിയിട്ട് പോയല്ലോ, അല്ലെ, അല്ലെങ്കിൽ ഇതിലേക്ക് കിട്ടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവുകൾ വരും. ഈ നെഗറ്റീവുകൾ വരുന്ന സമയത്ത് നമുക്ക് തരണം ചെയ്യാൻ പറ്റണം, അല്ലെ. നമുക്ക് കളിയാക്കൽ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ കളിയാക്കലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഹസ്ബൻഡിന്റെ നേരെ നിന്നും വൈഫിന്റെ നേരെ നിന്നും മക്കളുടെ നേരെ നിന്നും അച്ഛനമ്മയുടെ നേരെ നിന്നും ഒക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാം, നമ്മുടെ മനസ്സിൽ എങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവ് കൂട്ടുക എന്നുള്ളതാണ്. അറിവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇപ്പൊ പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മിനിമം കുറച്ച് കാര്യങ്ങൾ, അല്ലെ, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ എന്നെ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. ഫിസിക്കാർഡില്, കാരണം ഞാൻ ഈ ഒരു ഫിസിക്കാർഡ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കടയിൽ നിന്ന ഒരാളാണ്. ആ സമയത്ത് ഞാൻ തുടങ്ങുന്നത് വരെ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ തുടങ്ങിയ സമയത്ത് എനിക്ക് 4 ചുറ്റിനും കളിയാക്കലും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. നീ എന്തിനു ചെയ്യുന്നു, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഇത് നടക്കുന്ന കാര്യം, നിന്നെ കൊണ്ട് ഇത് നടക്കില്ല. സബ്ദ മാഡത്തിനും നടക്കുന്ന കാര്യമാണ്, കാരണം അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, MBA ആളാണ്, ഞാൻ MA ഡിഗ്രി വരെ പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവുകൾ വന്ന സമയത്ത് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ മൈൻഡിനെ ആദ്യം സെറ്റ് ചെയ്യും. മൈൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സബ്ദ മാഡം എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, മൈൻഡ് നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ഫിസിക്കായിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ഏത് രീതിയിലും. അപ്പൊ ഞാൻ ആദ്യം എനിക്കറിയാൻ, ഇതിനകത്ത് എനിക്കൊന്നും അറിയില്ല, ഫിസിക്കായിട്ട് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു, പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഈ കോൺഫിഡൻസ് ലെവൽ എനിക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, സത്യം പറയുകയാണെങ്കിൽ പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്നറിയില്ല. ഫസ്റ്റ് ഞാൻ എന്റെ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനായിട്ട് പഠിച്ചു. അത് തുടക്കം ഞാൻ ചെയ്ത കാര്യം 7am ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നതാണ്. എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ കോൺഫിഡൻസ് ലെവൽ കൂടിയ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 7am ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് ഇപ്പൊ പല ആൾക്കാർ ചോദിക്കും, ഇപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരുന്ന എന്താണ് പറയുക, കേട്ടാ പോരെ, അല്ലേ, നമ്മൾ കേട്ടാ പോരെ. അല്ല, നമ്മൾ ക്യാമറ ഓൺ ചെയ്തിരുന്ന കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടും, അല്ലെ. നമുക്ക് ആ ഒരു എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവണം എന്നുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിൽ വരുന്നത് ക്യാമറ ഓൺ ചെയ്തത് വെറുതെ ഓൺ ചെയ്തിരുന്ന കേൾക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ക്യാമറ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെയല്ല പറയുന്നത്. കാരണം ഞാൻ 7am സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ കിച്ചണിന്റെ അകത്തും എവിടെയെങ്കിലും ബെഡ്റൂമിന്റെ എവിടെയെങ്കിലും ചുമര്, ഫാന്, അല്ലെ, ഓട്, ലൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ക്യാമറ ഓൺ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഫേസിന് നേരെ എന്നോട് ബീന മേഡം, ബിന്ദു മേഡം ഒക്കെ ഫേസിന് നേരെ, എല്ലാവരും എനിക്ക് പേര് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഫേസിന് നേരെ ക്യാമറ വെച്ചുകൊണ്ട് ഒരു മണിക്കൂർ നമ്മൾ ശ്രദ്ധയോടെ, ഏത് ലീഡറാണ്, അല്ലെ, ചിലപ്പോൾ നമ്മുടെ ഡൗൺലൈനാവാം, ചിലപ്പോൾ നമുക്ക് അത്രയും സുഖമായിട്ട് തോന്നണമെന്നില്ല. ഒരു ദിവസത്തെ 7am നമുക്ക് എല്ലാ ദിവസവും സുഖമായിട്ട് തോന്നണമെന്നില്ല, അല്ലേ, എല്ലാവരും പറയുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ കേൾക്കാം, നമ്മുടെ ജോലിയാണ് ഈ ഒരു 7am എന്ന് പറയുന്നത്, നമ്മൾ കേൾക്കണം. അപ്പൊ അത് ഒരു മണിക്കൂറിൽ കേൾക്കാനായിട്ട് ക്യാമറ ഓൺ ചെയ്ത് കേൾക്കാനായിട്ട് നമ്മളൊരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ കോൺഫിഡൻസ്. നമുക്ക് ഒരു ദിവസം എന്തെങ്കിലും, നിങ്ങളൊന്ന് ഇതുവരെ അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇന്ന് രാവിലെ 7 മണി മുതൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8 മണി വരെ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ടീമിലുള്ള, മെഗാ മാത്രമല്ല, നിങ്ങളുടെ ടീമിലുള്ള എല്ലാ സ്റ്റെപ്പിനെയും നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് കേൾക്കാനായിട്ടുള്ള മനസ്സ്, ആർക്കും വേണ്ടി, അവർക്ക് നമ്മൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്യാമറ ഓൺ ചെയ്തിരുന്ന് ഒരു 2 വാക്ക് സംസാരിക്കുന്ന സമയം, അല്ലെ, നമ്മുടെ ടീമിന്റെ 7am ആകുമ്പോൾ നമുക്ക് എന്തും പറയാന്നല്ല,
നമുക്ക് പറയാനായിട്ട് കുറച്ചുകൂടി അല്ലേ മെഗയെക്കാളും നമുക്ക് പറയാനായിട്ടുള്ള കുറച്ചുകൂടി എന്താണ് നമുക്കൊരു ഇത് വരും അല്ലെ, സ്വാതന്ത്ര്യം വരും, നമുക്കൊരു ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ഒരു 2 വാക്ക് നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു 2 വാക്ക് സംസാരിക്കാനായിട്ട് മുന്നോട്ട് വരണം. ഒരു ലീഡർ വിളിച്ച് ഭാവന മേഡം സംസാരിക്കൂ അല്ലെ, വിജി മേഡം സംസാരിക്കൂ എന്ന് വിളിക്കുന്നതിന് മുന്നേ മേഡം എനിക്ക് ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു 2 വാക്ക് നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നിടത്ത് കോൺഫിഡൻസ് ലെവൽ വരും. ഇത് എന്തിനാണ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഫിസിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഗീതാമ്മയുടെ ഓഡിബിൾ അല്ലേ? എനിക്ക് സ്പേസ് സ്റ്റക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓഡിബിൾ ആണ് മാഡം. ഓക്കെ. സംസാരിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ മുന്നിലിരിക്കുന്നത് പല ആൾക്കാരും നമുക്കറിയാം. നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് അറിവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പല പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുന്നത് അല്ലേ. ആ സമയത്ത് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവര് തിരിച്ച് നമ്മളോട് ഓരോ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം അല്ലെ, അയ്യോ സാർ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മളിപ്പോ തുടക്കക്കാരായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അറിവില്ലായ്മ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആ അറിവില്ലായ്മ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതാണ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്, നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു DIG അങ്ങനെയൊക്കെ റാങ്കിൽ നിന്ന ഒരാളിന് പോലും ഞാൻ പ്ലാൻ കൊടുക്കാൻ തുടക്ക സമയത്തിൽ പോയിട്ടുണ്ട്. ഫിസിക്കലി പോകുന്ന സമയത്ത് സത്യം നല്ല ടെൻഷനാണ്. കാരണം ഇത്രയും അല്ലെ വലിയൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിലാണ് നമ്മൾ പോകുന്നത്, ഒന്നും അല്ലാത്ത നമ്മള് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ അന്ന് എന്റെ ലീഡേഴ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ വിജിക്ക് മാത്രമേ അറിയാവൂ അല്ലെ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന IPS ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ DIG അല്ലെങ്കിൽ DG ആരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ മന്ത്രി ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഈ ഒരു ഫിജിക്കാർട്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മളാണ് അല്ലെ. നമുക്ക് എഴുതാറിഞ്ഞൂടായിരിക്കും, വായിക്കാറിലൂടെയായിരിക്കും, പക്ഷെ നമുക്ക് ഫിജിക്കാർട്ട് പ്ലാൻ അറിയാമെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് അറിവില്ലാത്തൊരു മനുഷ്യനാണ് ഫിജിക്കാർട്ടിനെ കുറിച്ച്. നമ്മളിപ്പോ വേറെ ഒന്നും അല്ലല്ലോ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടിരിക്കണം. പല ആൾക്കാർക്കും പേടിയാണ്. ഒരാളിന് പ്ലാൻ കൊടുക്കാനുണ്ട്, അയ്യോ മേഡം ഒന്ന് വരൂ, അയ്യോ സാറേ ഒന്ന് വരൂ, ഇന്ന് ഞാൻ പ്ലാൻ കൊടുക്കാൻ പോകുന്ന ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് പറ്റില്ല. നമ്മൾ തന്നെ പോണം. നമ്മുടെ ഒരു കോണ്ടാക്ട് ആണ് അദ്ദേഹം എങ്കിൽ നമ്മൾ തന്നെ പോയി ആ ഒരു സെയിൽ ഓപ്പൺ ആക്കി എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന പ്ലാൻ നമുക്ക് മാത്രമേ അറിയാവൂ. അതിനകത്ത് എന്ത് സംശയം അദ്ദേഹം ചോദിച്ചാലും നമുക്കറിയാം അല്ലേ. നമുക്കറിയാം, നമ്മൾ ഡെയിലി സെമിനാറിലൂടെ കേട്ടും നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ ട്രെയിനിങ്ങിലൂടെ മീറ്റിങ്ങിലൂടെ നമ്മൾ ഇതിനെ കുറിച്ചുള്ള അറിവുകൾ സമ്പാദിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും കോൺഫിഡൻസ് അവിടെ നമ്മൾ കുറയരുത്. നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളുടെ ജോലി വെച്ചിട്ടോ അവരുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ടോ ഒന്നും നമ്മൾ തളരാൻ പാടില്ല. അപ്പൊ നമ്മൾ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന മീറ്റിങ്ങിലൂടെ, ഇതുപോലുള്ള ക്യാമറ ഓൺ ചെയ്തിട്ട് സംസാരിക്കുന്നതിലൂടെ അല്ലെ, നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യവും ഫിജിക്കാർട്ടിന് ഇതൊക്കെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ സെയിൽസിനെ അടിസ്ഥാനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക്